നമസ്കാരം, ശ്രീജറായാണ്. ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. നിങ്ങൾ എല്ലാവരും കണ്ട വീഡിയോ ആണ്. നരേന്ദ്രമോദിജിനെ കൊല്ലും എന്ന് പറയുന്ന വ്യക്തിയുടെ അഡ്രസ്സ് കണ്ടെത്തി തന്നെ എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. സത്യം പറഞ്ഞാൽ ആ വീഡിയോയ്ക്ക് ശേഷം ഞാനൊരു യാത്രയിലായതുകൊണ്ട് എനിക്ക് അതിന്റെ കമന്റുകൾ കൂടുതൽ ശ്രദ്ധിക്കാൻ സാധിച്ചില്ല. പക്ഷെ അതിന്റെ ഇടക്കാണ് പിന്നീട് ഇവിടെ യാത്ര കഴിഞ്ഞ് രാത്രി വന്നപ്പോഴാണ് സിക്കന്ദർ MP എന്ന് പറയുന്ന വ്യക്തി എനിക്ക് മെൻഷൻ ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റ് കണ്ടത്. കാരണം ഈ പറയുന്ന വ്യക്തി ഇയാളുടെ വാർഡിലെ ആളാണ്. ആളുടെ പേര് മിഥുൻ എന്നാണ്. BJP-കാരനാണ്. അപ്പൊ മിഥുൻ എന്ന ആളെ ഇങ്ങനെ പറയാനായിട്ട് അവന് പല കാരണങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടുക. ഞങ്ങൾക്ക് എല്ലാവർക്കും നാട്ടുകാർക്കും ഇയാളെ വ്യക്തമായിട്ട് അറിയുന്ന ആളുകൊണ്ട് ഞങ്ങളാരും ഇത് മൈൻഡ് ചെയ്തില്ല, അതിനകത്ത് ഇടപെട്ടില്ല, അതിന്റെ പിന്നാലെ പോവാൻ നിന്നില്ല എന്നുള്ളത് ഇങ്ങനെ പോസ്റ്റ് ഇടുകയും ചെയ്തു. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഈ മിഥുൻ എന്ന ആളെ നമുക്ക് കിട്ടിയല്ല. ആളെ നമുക്ക് കിട്ടിയപ്പോ പുള്ളിക്കാരന്റെ പോസ്റ്റിനടിയിൽ വന്ന് കമന്റ് ചെയ്ത് ആളുടെ ആരായാലും BJP-കാരനായാലും സംഖ്യയായാലും കൊങ്ങിയായാലും മങ്കിയായാലും ആളെ അഡ്രസ് ഒന്ന് അയച്ചാ. കാരണം എനിക്ക് പരാതി കൊടുക്കാനാണ്. ഞങ്ങൾക്ക് അഡ്രസ് കിട്ടാൻ നമുക്ക് പോലീസിന് പരാതി കൊടുക്കല. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് അഡ്രസ്സൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ മറ്റൊരു വ്യക്തി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആ പരപ്പനങ്ങാടി ആ മേഖലയിലുള്ള മറ്റൊരു വ്യക്തി കൃത്യമായിട്ട് ഈ വ്യക്തിയുടെ അഡ്രസ്സ് നമുക്ക് തന്ന്. അപ്പൊ അവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല ആളുകളെയും പോലീസിനെയൊക്കെ ബന്ധപ്പെട്ട് പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു. അപ്പൊ അഡ്രസ്സ് കിട്ടിയതിന് ശേഷം സത്യം പറഞ്ഞാല് ഞാനും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിന് ഒരു പരാതി, DGP-ക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ പ്രധാനമന്ത്രിനെ ഇത്തരത്തിൽ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കണ ആരായാലും, അത് ഏത് രാഷ്ട്രീയവും ഏത് മതവും ഏത് വ്യക്തി ആയാലും അയാൾക്കെതിരെ നടപടി എടുക്കണം, യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരൻ, ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ സിക്കന്ദർ എന്ന് പറയുന്ന ആ വ്യക്തിയല്ല, ആ വാർഡിലുള്ള അദ്ദേഹത്തോടുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് ഈ വ്യക്തി അറിയണ ആളായത് കൊണ്ട് തന്നെ ഇത്തരത്തിലൊരു മോശം പുള്ളി പറയണെന്ന് വെച്ചാൽ എന്റെ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്നാണ് ആ പോസ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് പുള്ളിക്ക് ഈ പറയുന്ന ആൾക്കെതിരെ നടപടി എടുക്കുന്നല്ല. ഈ വീഡിയോ ആളെ കണ്ടെത്താൻ വേണ്ടി ഞാനിട്ട വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന്. ഈ പറഞ്ഞ വ്യക്തി സ്വന്തം നാട്ടുകാരനായിട്ട് വരെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു പരാതി കൊടുക്കാനോ പോലീസിനെ പിടിച്ചേൽപ്പിക്കാനോ സാധിക്കുന്നില്ല? അത് കൃത്യമായിട്ട് ഇപ്പോഴും മനസ്സിലാവണില്ല. ഇപ്പൊ ഏതായാലും അതേ വ്യക്തി ഇനി മാനസിക രോഗിയാണ്, മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറയുന്നുണ്ട്. അതേ വ്യക്തി നിലവിൽ ഇപ്പോഴും ഒരു മിഥുൻ K എന്ന് പറയുന്ന ഒരു പ്രൊഫൈൽ വഴി അതേ വ്യക്തിയാണെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേ വ്യക്തിയുടെ മുഖമാണ് അതിനകത്തുള്ളത്. ഇങ്ങനെ പോസ്റ്റ് ഓരോ നേരം ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു നടപടിയും ആരും എടുക്കണായിട്ട് കാണുന്നില്ല. ഏതായാലും നമ്മൾ ഇപ്പൊ പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി അത് സംഖ്യയാണെന്ന് പറഞ്ഞിട്ട് പലരും കമ്മിറ്റ്. സംഖ്യ ആയിക്കോട്ടെ, അയാൾ മുൻ BJP-കാരനായിക്കോട്ടെ. ഏതായാലും നിലവിൽ BJP അനുഭാവിയായ നരേന്ദ്രമോദിന് ഇഷ്ടമുള്ള ഒരാള് ഒരിക്കലും സ്വന്തം മുഖം കാണിച്ചുകൊണ്ട് നരേന്ദ്രമോദിനെ കൊല്ലണമെന്ന് പറയൂല. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ മാനസിക രോഗിയാകാം, ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞ് പരത്തനെയാണ്, ഒന്നും കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും ആയിക്കോട്ടെ, അത് പോലീസ് കണ്ടെത്തട്ടെ. അതിനുവേണ്ടിയാണ് നമ്മൾ പരാതി കൊടുക്കുന്നത്. അപ്പൊ മാനസിക രോഗിയാണ്, സൈക്കോ എന്ന് പറഞ്ഞിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്യാതെ നിന്നാൽ ഇനിയും ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും പുള്ളി ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരന്റെ അഭിപ്രായം എന്നുള്ളിൽ എത്രയും പെട്ടെന്ന് നരേന്ദ്രമോദിനെ കൊല്ലുമെന്ന് പറഞ്ഞ മിഥുൻ എന്ന് പറയുന്ന വ്യക്തിയെ കൃത്യമായി പോലീസ് സംവിധാനം അറസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു അഭ്യർത്ഥനയുണ്ട്. അത് NIA-നോ ആരെയാണോ ആ മുകൾ തട്ടിൽ ആരെയാണോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേസുകൾ ഏൽപ്പിക്കേണ്ടത് അവരുടെ മുന്നിൽ ഇയാളെ കൊണ്ടുവരണം. ഇയാൾ മാനസിക രോഗിയാണോ, അറിഞ്ഞുകൊണ്ടുവാണോ, മറ്റാർക്കെങ്കിലും വേണ്ടിയാണോ പറയുന്നതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തണമല്ല. അപ്പൊ ഞാൻ ഏതായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട്. ബാക്കി കാര്യങ്ങൾ പോലീസ് കണ്ടെത്തും എന്ന് തന്നെയാണ് പൂർണ്ണമായ വിശ്വാസം. നടപടി എടുക്കണം എന്ന് തന്നെയാണ് ഒരു സാധാരണക്കാരന്റെ അഭ്യർത്ഥന. അതുപോലെ അവിടുത്തെ നാട്ടുകാരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിയണ ആളാണെങ്കിൽ, ഇനിയിപ്പോ BJP-കാരനാണെന്നല്ല പറയണത്, BJP-കാരനാണ് നിങ്ങൾ ഉറപ്പായിട്ടും പോയിട്ട് പരാതി കൊടുക്കുന്നത്. അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടോട്ടെ, അവിടെ ജയിലിലിടട്ടെ, അവിടെ കെട്ടക്കട്ടെ. ഇതേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ സിക്കന്ദർ MP ആ പോസ്റ്റിട്ട ആളുകൾക്കാണെങ്കിൽ നിങ്ങൾ പരാതി കൊടുക്ക്. നമ്മുടെ പ്രധാനമന്ത്രിയല്ലേ പറഞ്ഞത് നമുക്ക് ആളെ അറസ്റ്റ് ചെയ്യിപ്പിക്കുക. ഇതാണ് ഈ വിഷയത്തിൽ നിലവിൽ എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.